കുട്ടികൾ കാണുന്നില്ലേ, അവൾ അത് അങ്ങനെ ചെയ്തില്ലേ. ഞാൻ പറയുന്നത് ജാസ്മിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഡയലോഗുകളാണ്. ഞാൻ കുറച്ച് മുന്നേ ദിയാസനയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാസ്മിനെ കുറ്റം പറയുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ അപരാധം കേൾക്കാനും പിന്നെ അതേപോലെ തന്നെ എന്നെ ചീത്ത വിളിക്കാനും ഇരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ടോ, കുറേ വിവരം കെട്ട നാറികളുണ്ടല്ലോ, നീയൊക്കെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. നിനക്കൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഓരോന്നോരോന്നോട്ട് ഞാൻ തരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ദിയാസന ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. വിമർശിച്ചു, എത്ര വേണോ വിമർശിച്ചോട്ടെ. അവൾ അതിനകത്ത് ചെയ്യുന്നത് മോശമാണ്, എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത്, കുട്ടികൾ കാണുന്നില്ലേ, അവൾ അത് അങ്ങനെ ചെയ്തില്ലേ. ഞാൻ പറയുന്നത് ജാസ്മിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഡയലോഗുകളാണ്. മാക്സിമം കൊടുക്കാതെ എന്തിനാണ് ഈ കോണ്ടന്റ് എന്തിനാണ് അവർ വെളിവിടുന്നത്? എന്തിനാ ആ കോണ്ടന്റ് വെളിയിടുന്നത്? ഈ ജനങ്ങൾ കാണുന്നു, കുട്ടികൾ കാണുന്നു, ജനങ്ങൾ കാണുന്നു, കുട്ടികൾ കാണുന്നു, ഇങ്ങനെ കൂയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ അവർ ആ കോണ്ടന്റ് വെളിയിലിട്ടെ? അവരെന്തിനു വെളിവിട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണേണ്ടത്. അതിനകത്തുള്ളതേ അവർക്ക് കാണിക്കാൻ പറ്റൂ, അല്ലാതെ അവർ ക്രിയേറ്റ് ചെയ്ത സാധനമല്ലല്ലോ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? കുട്ടികൾ കാണുന്നതെന്ന് പറയുന്നത് ഉള്ള കാര്യമല്ലേ. കൊച്ചു പിള്ളേർ ഉൾപ്പെടെ വന്നിരുന്ന TV കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അമ്മമാരും അച്ഛന്മാരും അടുത്തിരുത്തിയിട്ട് മക്കളെ നിങ്ങളിത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരായിട്ട് പ്രോത്സാഹിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കാര്യം കാണിച്ചത് തെറ്റാണ്. അവരെ സംബന്ധിച്ച് എന്താണ്, ഇതൊരു ഷോയാണ്, അവർക്ക് TRP വേണം. അവർ ഈ പറയുന്ന നാട്ടുകാരുടെ കുടുംബം നന്നാക്കാനല്ലല്ലോ അവർ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഈ തെറ്റ് കണ്ട തെറ്റെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ കുഴപ്പമെന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ദിയാസനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാര്യം ഈ ഒരു ഇന്റർവ്യൂ ത്രൂ ഔട്ട് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജാസ്മിനെ എതിർത്ത വ്യക്തിയായിരുന്നു. അതായത് ജാസ്മിൻ്റെ ചില കാര്യങ്ങളിനകത്തോട്ട് എനിക്ക് പൊരുത്തക്കേടുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ ഗെയിമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, മെജോറിറ്റി ഓഡിയൻസ് 90% ആൾക്കാർ ഒരു കണ്ടസ്റ്റന്റിനെതിരെ ആ കണ്ടസ്റ്റന്റ് ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, ആ കണ്ടസ്റ്റന്റ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന രീതികളൊന്നും ശരിയല്ല എന്ന് എല്ലാവരും വോയിസ് ചെയ്ത് പറയുമ്പം ഈ കാണുന്നവരാരും മണ്ടന്മാരല്ല. അത് ആദ്യമേ ചിന്തിക്കുക. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. അവർ വെളിയിലിട്ടത് അവരുടെ TRPക്ക് വേണ്ടിയിട്ട്. ഈ സാധനമേ ഓടുള്ളൂ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അകത്ത് ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞ ഒരു വർത്താനം എന്താണെന്നറിയോ? എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നുണ്ട് രാത്രിയിൽ. 45K പുറത്ത് ആൾക്കാർ കണ്ടോണ്ടിരിക്കണം എന്ന് പറയുമ്പോ രാത്രിയിൽ അത് മറ്റേത് കാണാനായിരിക്കണെന്നാണ് അവന് കൊടുത്ത കൊട്ട്. അഭിഷേക് ആ കയറുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പൊതുവേ ആൾക്കാരെ എല്ലാവരും ഫേസ്ബുക്കിലും എല്ലായിടത്തും വരുന്ന ഒരു കമന്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തെ പറ്റി. അത് മാത്രമല്ല, പലരും TV നിർത്തിയിട്ട് പോയി, കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റില്ല എന്ന് എടുത്തെടുത്ത് എല്ലാ വീഡിയോകളിലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അഭിഷേക് അത് വേറൊരു രീതിയിലായിരിക്കും ചെന്ന് പറഞ്ഞത്. പക്ഷെ അഭിഷേക് എങ്ങനെ പറഞ്ഞെന്നോ എടുത്തെന്നോ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ തന്നെ പറ, പുറത്ത് എന്തായിരുന്നു ജാസ്മിൻ പിന്നെ ഈ പറയുന്ന ഗബ്രി കോംബോ എന്ന് പറയുന്നത് ആൾക്കാർ എങ്ങനെയായിരുന്നു എടുത്തതെന്ന് നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക. അത് മാത്രമല്ല, ഇത്രയും സീസണുകളിൽ ഒരുപാട് കണ്ടസ്റ്റൻസുകൾ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെയും വേറെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ദിയാസനെ പോലത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ദിയ ചേച്ചി ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദിയാസനയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന സിബിൻ പുറത്തിറങ്ങിയ സമയത്ത് എന്തെല്ലാം സൈബർ ബുള്ളിങ് നേരിട്ടു, സിബിനെ മാനസികമായിട്ട് കുഴപ്പമുള്ള വ്യക്തിയാണെന്നും എല്ലാവരും പല സ്ഥലത്ത് വന്ന് കമന്റ് ഇട്ട് സിബിനെ എന്തെല്ലാം പറയുന്നു. അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസ് കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കാം, അതിന് മുന്നത്തെ സീസൺ എടുത്ത് നോക്കാം, ഇവർ ആരെയും കൂടെ നിൽക്കുന്നതും ഞാൻ കണ്ടെത്തുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് റോഹൻ ചോദിക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. സൈബർ അറ്റാക്കിന് സൈബർ ബുള്ളിങ്ങിന് എതിരെ സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ദിയാസന എന്തുകൊണ്ട് സീസൺ 6-ലെ 5-ലായിട്ടുള്ള മത്സരാർത്ഥികൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തിനെ വെച്ച് പറയുമ്പോൾ അവർക്കും കിട്ടുന്നുണ്ട് ഈ സൈബർ അറ്റാക്ക്? എന്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നില്ല, സംസാരിക്കുന്നില്ല? സൈബർ അറ്റാക്കിനെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം അഖിലിന് വന്നാലോ അല്ലെങ്കിൽ അത് ഇവന് വന്നാലോ സിബിന് വന്നാലോ ഒക്കെ ഞാൻ സംസാരിക്കും. പക്ഷെ അങ്ങനെ സംസാരിക്കുന്നത് ആരും ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത് കാണുന്നത് ഈ പറയുന്ന ജാസ്മിൻ 23 വയസ്സുള്ള പിഞ്ചു കുഞ്ഞാന്നും പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായത് ജാസ്മിൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് വന്നിരുന്ന് സംസാരിക്കുമ്പം അത് അങ്ങനെയാണ് നമുക്ക് ഫീൽ. അതിനിപ്പം മേ ബി ഇനി പേഴ്സണലി നല്ല രീതിയിൽ പരിചയം ഉണ്ടായത് കൊണ്ടാവാം മേ ബി. പക്ഷേ എന്തായി കഴിഞ്ഞാലും എല്ലാവർക്കും ഈ പറയുന്ന സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ട്. കാര്യം ബിഗ് ബോസിൽ പോയിട്ടുള്ള വളരെ റയറസ്റ്റ് ആയിട്ടുള്ള റയർ കേസസിൽ മാത്രമേ ഉള്ളൂ സൈബർ ബുള്ളിങ് കിട്ടാതെ വരുന്നത്. അല്ലാതുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷോയിൽ പോകുമ്പം ഇതൊക്കെ തീർച്ചയായിട്ടും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്.
അപ്പം ഒരാളുടെ കൂടെ മാത്രം നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ കൂടെ ഒന്നും നിൽക്കാതൊക്കെ ഉള്ളൊരു സംസാരം ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഞാൻ നിൽക്കും, സിബിൻ്റെ കൂടെ നിൽക്കും, അഖിലിൻ്റെ കൂടെ നിൽക്കും, അങ്ങനെയൊന്നും. പക്ഷേ സിബിൻ്റെ ഒക്കെ ഈ ഒരു സിറ്റുവേഷനിലൊന്നും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് സിബിനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. PR എന്നും പറഞ്ഞങ്ങാണ്ട് എന്തോ വിളിച്ചെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. സീസൺ 2 ഇപ്പം എവിടെയാ സംസാരിച്ചത്? ഞാൻ എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് സിബിൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സിബിൻ ജാസ്മിൻ വാറാണെന്നാണ് ഞാൻ എന്റെ പോസ്റ്റിൽ എഴുതിയിട്ടിരുന്നത്. ഞാൻ സിബിനെ എതിർത്ത സമയം എന്ന് പറയുന്നത് സിബിൻ ജാസ്മിന്റെ PR എന്ന് പറഞ്ഞ ഒരു ലൈവിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് ചില്ല് ചെയ്തോണ്ടിരുന്ന ഒരു സാധനത്തിനകത്ത് സിബിനും ആര്യയും കൂടെ എന്റെ പേര് പരാമർശിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിൽ കാണാനിടയായി. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ വീഡിയോ. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ സിബിനുമായിട്ട് ഉടക്കായതും അല്ലെങ്കിൽ ആര്യയായിട്ടൊക്കെ ഉടക്കായെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന സിബിനെ ഓരോ പ്രശ്നം നേരിട്ട സമയത്തും സിബിന്റെ വിഷയങ്ങളെ പറ്റിയിട്ട് ഈ പറയുന്ന അഖിൽമാരാർ എടുത്ത് പറഞ്ഞ സമയത്തും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് അഖിൽമാരാർ പറഞ്ഞ ഒരു വാക്കിൽ പിടിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിട്ട് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അല്ലാതെ ഈ സൈബർ ബുള്ളിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന വ്യക്തി നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ദിയാസനെ സംബന്ധിച്ച് ഒരുപാട് സൈബർ ബുള്ളിങ് ലൈഫിൽ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ ഒരു കണ്ടസ്റ്റന്റിനോട് മാത്രം എന്ത് പ്രത്യേകത കാണിക്കുന്നത്? ബാക്കി ആരും എന്തോടെ മനുഷ്യരാരും അല്ലേ? അതെന്താണ് നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യാത്തത്? പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇപ്പം കുറച്ച് യൂട്യൂബ് ചാനൽസ് ആണ് ഏറ്റവും കൂടുതൽ ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് രാജ് ടോക്സ്, പിന്നെ ജിനൂസ്, പറയുന്ന ഞാൻ, മൂപ്പൻ, പിന്നെ അതുല്, അങ്ങനെ കുറേ ആൾക്കാർ. ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ചാനലിൻ്റെ താഴെ, അതായത് സാൻഡ് റിയാക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ താഴെ വന്ന കമൻറ്റാണ്. മൂപ്പൻ, വിവി ഹിയർ, ജിനൂസ്, രാജ് ടോക്സ്, അതുൽ വ്ലോഗ്സ്, പിന്നെ മുടിയും താടിയും വളർത്തി ഒരു അലവലാതി, അനന്തു, സമ്മർ മീഡിയ, ഏറെക്കുറെ ഇവന്മാരൊക്കെ എന്ത് ചെയ്യുമോ ആവോ, അതായത് ബിഗ് ബോസ് തീരുമ്പം. ഓക്കെ, അപ്പം ഈ ചാനൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജാസ്മിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾക്ക് എതിരെ നമ്മളെല്ലാവരും നെഗറ്റീവ് പറയണത്. അപ്പം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ പറയും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി അറിയാവുന്നത് കൊണ്ട്, അതായത് പല കാര്യങ്ങൾ പേഴ്സണലി റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ടും വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, മൂപ്പനെ സംബന്ധിച്ച് മൂപ്പൻ എന്താണ് മെയിനായിട്ട് ചെയ്തത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ചാനൽസ് എല്ലാം, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചാനൽ വഴി വളരെ മോശമായിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ വൃത്തിയായിട്ട രീതിയിലുള്ള തമ്മിൽ വയ്ക്കുകയോ ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ചാനൽ വഴി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ബാക്കിയുള്ള ചാനൽസിലും അങ്ങനെയൊന്നും ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് മൂപ്പൻ്റെ ചാനലിനകത്ത് മൂപ്പൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? BB എന്ന് പറയുന്ന ഷോയിൽ കാണിക്കുന്ന ഒരു ഫേവറിറ്റിസം ഉണ്ട്. കാര്യം പ്രത്യേകിച്ച് ഇപ്പം ജാസ്മിൻ്റെ ഇഷ്യൂസ് എടുക്കാം. കാരണം ജാസ്മിന് മാത്രം ഭയങ്കര ഫേവറിറ്റിസം കാണിക്കുന്നു, വേറെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ വന്നപ്പോഴത്തേക്ക് മൂപ്പൻ അതിനകത്തുള്ള കള്ളത്തരങ്ങൾ എന്ത് ചെയ്ത് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. ഓരോന്നായിട്ട് മൂപ്പൻ വലിച്ചു കീറാനായിട്ട് തുടങ്ങി. അത് കുറേ ആൾക്കാർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെയും വന്നു. അപ്പോൾ മൂപ്പൻ്റെ ഒരു വീഡിയോ ഇന്നിട്ടുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞ് അതൊന്ന് കണ്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ പേര് പോലും എടുക്കാത്തത്. എന്നിട്ട് എൻ്റെ അടുത്ത് എന്റെ ഘോരമായിട്ട് സംസാരിക്കുന്നു. ഇടയിൽ ഞാൻ ആത്യന്തികമായിട്ട് സംസാരിക്കുന്നത് BBയുടെ പാർഷ്യാലിറ്റിയെ കുറിച്ചാണ്, BBയുടെ നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറ്റത്തിനെ കുറിച്ചാണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിന് ചില ആൾക്കാരെ മാത്രം അവർ ഒതുക്കി നിർത്തി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫേവറിറ്റിസം കാണിക്കുമ്പോഴാണ്. ഓക്കെ, പ്രകടമായിട്ട് ഫേവറിറ്റിസം കാണിക്കുമ്പോൾ ഇടപെടും. അത് ഇന്നും ഇന്നലെ അല്ല, ഞാൻ അന്ന് മുതലേ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ. അതുകൊണ്ട് അതിനകത്ത് ആരും വേവലാതിപ്പെടണ്ട. ഓക്കെ, അതിനകത്ത് വിഷമിക്കുന്നവർ എന്റെ ചാനൽ കാണുകയും വേണ്ട. ഓക്കെ, എന്റെ ചാനലിന്റെ അകത്ത് മറ്റേ ഈ ക്ലാസ് ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളും, ഏറ്റവും ഉയർന്ന ക്ലാസ്സിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളും. അല്ലാതെ ഹൈ ക്ലാസ് മാത്രമുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ചാനൽ അല്ല എന്റെ ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ആൾക്കാരേക്കും പറ്റും. കാരണം ഞാനൊരു ലോ ക്ലാസ്സിൽ ജനിച്ച ആളാണെന്നേ, ലോ ക്ലാസ്സിൽ ജനിച്ച ആളാണ്. എന്താ മൂപ്പന്റെ ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ എല്ലാവരും വന്നിരുന്ന് നമ്മളെ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയുകയും ചെയ്യണം. എന്നാൽ ഈ ചീത്ത വിളിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സപ്പോർട്ടേഴ്സ്, ഇവന്മാരുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോ പറ്റി പറയുന്നതിനെ പറ്റി. അതായത് ജിൻഡോ കറുത്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ജിൻഡോ അടുത്ത് വരുമ്പോൾ എന്തോ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. കാര്യം അവൻ എന്തോ ഭയങ്കര മഹാനാന്നുള്ള രീതിയിൽ. കാര്യം ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയണ്ട. നിങ്ങൾക്കെല്ലാം ഇതെല്ലാം കേൾക്കുന്നതെല്ലാം കൈയടിക്കുക. അതായത് ജിൻഡോ പറ്റിയിട്ട് ഇങ്ങനെ പറയണതെല്ലാം നല്ലതാണെന്നാണ് നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി, ഈ പറയുന്ന ദിയാസന പോലും ഈ ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് പോലും ഞാൻ എവിടെയും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ അഫ്സൽ ആസിഡ് അറ്റാക്ക് നടത്തുമെന്ന് പറയുമ്പോഴും ഇത് പറഞ്ഞ ആർമി ടീമുകളാണ് പറയണത്. എന്നിട്ടും അതിനെ പറ്റിയിട്ട് വോയിസ് റൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താണ് രണ്ട് നിലപാട്? ബാക്കിയുള്ള നമ്മളെല്ലാവരും പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നവും, അതായത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വേറെ കണ്ടസ്റ്റൻസിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതൊക്കെ ശരിക്കും അതാണ് ശരിക്കും ഡബിൾ സ്റ്റാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറയുന്ന വിവരം കെട്ട നാറികളായിട്ടുള്ളവന്മാർ കമൻറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നു. നീയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അല്ലാതെ നീയൊക്കെ സ്പോട്ടിൽ വന്ന് തന്നെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നീയൊക്കെ ലിങ്ക് കൊണ്ടുവന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവിടെ ചർച്ച നടത്തിയിട്ട് നേരെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് തെറി വിളിക്കുക, അങ്ങനെ എഴുതുക. നീയൊക്കെ എഴുതിയിട്ട് പോകും, ആരും വേണ്ടി ചെയ്യത്തില്ല, അത് അവിടെ തന്നെ കിടക്കും. ഇതിൽ നിൻ്റെയൊക്കെ വിചാരം എന്തോന്ന് വിചാരിക്കുന്നത്? അത് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ പറ്റി മോശമായിട്ട് സംസാരിക്കുക. അലവലാതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത്. നിൻ്റെയൊക്കെ മടിയിരുത്തിയാണ് അവൻ അലവലാതി എന്ന് പേരിട്ടത്. നിനക്കൊക്കെ എന്തൊരു നാണോ മാനോ ഉണ്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്? പറയുമ്പോഴത്തേക്ക് നിനക്കൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ചിന്തിക്കുക. അല്ല, നിൻ്റെയൊക്കെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.